എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരു തുടക്കക്കാരനാണോ എങ്കിൽ വളരെ ഈസി ആയിട്ട് പണമുണ്ടാക്കാനും വളരെ നഷ്ടം കുറഞ്ഞ രീതിയിൽ ഒരു കോഴി ഫാം തുടങ്ങാനും പറ്റിയ അടിപൊളി ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഫാം തുടങ്ങാൻ ആഗ്രഹമുള്ള എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. പ്രധാനമായിട്ടും ഒരു ബ്രോയിലർ ഫാമിന് നഷ്ടം വരുത്തുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് അമിതമായ മുതൽ മുടക്കാണ്. നമ്മൾ ആ ഫാമിന് വേണ്ടി ഫാം ഉണ്ടാക്കാൻ വേണ്ടി ചിലവാക്കുന്ന അമിതമായ പൈസ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടക്കുറവ് കൊണ്ടോ എക്സ്പീരിയൻസ് കൊണ്ടോ ആ ബാച്ചിലെ കുറേ കോഴികൾ അസുഖം വന്ന് ചത്തുപോവുക. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഫാമിങ്ങിൽ നമുക്ക് നഷ്ടം വരുത്തുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് ഫാം നമ്മൾ നടത്താൻ പഠിച്ചാൽ തീർച്ചയായിട്ടും ആ ഫാം നമുക്ക് പ്രോഫിറ്റബിളായിട്ട് നടത്താൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നഷ്ടം കുറവുള്ള രീതിയിൽ കോഴികളെ വളർത്തിയെടുക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ തുടക്കക്കാരെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഓപ്ഷൻ ഇൻ്റഗ്രേഷൻ ഫാമിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കോഴി ഫാം ഉണ്ടാക്കുമ്പോൾ വളരെ ചിലവ് കുറച്ച് ഉണ്ടാക്കാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടാണ് ഒരു കോഴി ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ക്യാഷൊക്കെ ലോൺ എടുത്തിട്ട് ഈ ഫാമിലേക്ക് നിങ്ങൾ ഒരിക്കലും മുടക്കരുത്. എനിക്ക് കുറേ കാലം യൂസ് ചെയ്യേണ്ട ഫാമാണ്, അപ്പോൾ കുറച്ച് ബലത്തിലിരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസയൊക്കെ നമ്മൾ മുടക്കി നല്ല ബലത്തിലും അതുപോലെ നല്ല ഭംഗിയിലൊക്കെ നമ്മൾ ഫാം പണിഞ്ഞാൽ നല്ലതാണ്. ഫാം കുറേ കാലത്തേക്ക് നിലനിൽക്കും. പക്ഷേ ഇതിൻ്റെ വേറൊരു വശം എവിടെയാണെന്ന് പറഞ്ഞാൽ, കോഴീനെ നമ്മൾ അതിലേക്കിട്ട് ആ കോഴി വിറ്റ് പോയാലേ നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഈ വരുമാനം നമുക്ക് ലഭിക്കണേ ആ കോഴീനെ നോക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മളൊരു തുടക്കക്കാരനാണ് അല്ലേ? അപ്പോൾ അതിനെന്ത് അസുഖം വരും, അതിനെങ്ങനെ നോക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നിങ്ങൾ തുടക്കക്കാരനെ സംബന്ധിച്ച് നിങ്ങൾ കോഴി ഫാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ എക്സ്പെൻസ് കുറച്ചുകൊണ്ട് മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഫാമിൽ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും പുതിയത് വേണം നിർബന്ധമൊന്നുമില്ല. ഈ പഴയ ഫാമുകളൊക്കെ പൊളിച്ചു കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയിൽ ഈ ഫാമിൻ്റെ മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അതുപോലെ ഈ ഫാമിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഫീഡറും ഡ്രിങ്കറൊക്കെ സെക്കൻഡ് ഹാൻഡ് കിട്ടും, അവൈലബിൾ ആണ് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മതി. അതുപോലെ ഫാമിൻ്റെ റൂഫിൽ ഉപയോഗിക്കുന്ന GI പൈപ്പിന് വരെ നമ്മൾ കവുകൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഫാം ഉണ്ടാക്കുമ്പോൾ മാക്സിമം നമ്മൾ എക്സ്പെൻസ് കുറച്ചിട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഫാമിൻ്റെ അടിഭാഗം നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളത് മണ്ണ് തന്നെ ഇട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ ഒരുപാട് ചിലവ് കുറഞ്ഞ് കിട്ടും. അതുപോലെ ഈ ഫാമിൽ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് കാലുകളൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ വാർക്കുവാണെങ്കിൽ അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് നമ്മൾ ടെക്നിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് തന്നെ ആലോചിച്ചിട്ട് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഫാം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത കാര്യം അതിൽ കോഴീനെ ഇടണം. അപ്പോൾ കോഴീനെ ഇടാൻ ഏറ്റവും നഷ്ടം കുറഞ്ഞ രീതി ഇൻ്റഗ്രേഷനാണ്. ഞാനിത് പറയാൻ കാരണം, കുറേ പേര് ഇപ്പോഴും കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്, ഈ ഇൻ്റഗ്രേഷൻ ഫാമിംഗ് ചെയ്യുമ്പോൾ ഈ കോഴി ഡെത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിക്ക് പൈസ കൊടുക്കേണ്ടി വരുമോ? അതുപോലെ ഇതിൻ്റെ മെഡിസിൻ്റെ കാര്യങ്ങൾ, ഫീഡിൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. ഞാൻ ഇൻ്റഗ്രേഷൻ ഫാമിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്നുകൂടെ കൃത്യമായിട്ട് ഇൻ്റഗ്രേഷൻ ഫാമിംഗ് എങ്ങനെയാണ് നഷ്ടം കുറഞ്ഞ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇൻ്റഗ്രേഷൻ ഫാമിംഗ് നഷ്ടം കുറഞ്ഞ മെത്തേഡാണോ എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളിതിൻ്റെ അടുത്ത മെത്തേഡിനെ കുറിച്ച് പഠിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ടിടുന്ന മെത്തേഡ്. അതായത് ഒരു ഇൻ്റഗ്രേറ്റർ ഇല്ലാതെ സ്വന്തമായിട്ട് നമ്മൾ ചിക്സിനെ ഫീഡൊക്കെ മേടിച്ച് കൊടുത്ത് നമ്മളതിനെ മാർക്കറ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് അടുത്ത മെത്തേഡ്. ആ മെത്തേഡ് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ ലാഭകരമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു 1000 ചിക്സിനെ വളർത്തി നോക്കാം, ഇത് നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത്. അപ്പോൾ 1000 ചിക്സിനെ നമുക്ക് സ്വന്തമായിട്ട് മേടിക്കണമെങ്കിൽ ആവറേജ് ചിക്സിൻ്റെ റേറ്റ് ഒരു 50 രൂപ കൂട്ടാം. അതിന് വേരിയേഷൻ സംഭവിക്കും, എന്നാലും ആവറേജ് ഒരു 45 to 50 ഒക്കെയാണ് റേറ്റ് വരുന്നത് നല്ല കോഴിക്ക് റേറ്റുള്ള സമയത്ത്. അപ്പോൾ ആവറേജ് ഒരു 50 രൂപ കൂട്ടാം. അപ്പോൾ 1000 ചിക്സിന് നമ്മൾ 50 രൂപ കൊടുത്താൽ 50,000 രൂപ. അപ്പോൾ 50,000 രൂപയ്ക്ക് നമ്മൾ ചിക്സിനെ മേടിച്ചു. ഇനി അതിന് ഫീഡ് കൊടുക്കണം. ഏറെക്കുറെ 1000 കോഴിക്ക് ഒരു 75 ചാക്ക് ഫീഡ്, 70 to 75, അറൗണ്ട് 70 to 75 ചാക്ക് ഫീഡ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഒരു ചാക്കിന് ആവറേജ് റേറ്റ് 2000 രൂപയാണ്. അങ്ങനെ പറയാൻ കാരണം 3 ടൈപ്പ് തീറ്റയുണ്ട്: പ്രീ സ്റ്റാർട്ടർ, സ്റ്റാർട്ടർ, ഫിനിഷർ. അതിൽ പ്രീ സ്റ്റാർട്ടറിനും സ്റ്റാർട്ടറിനും റേറ്റ് ഇച്ചിരി കൂടുതലാണ്, 2000 രൂപയ്ക്ക് പുറമെ വരും. എന്നാൽ ഫിനിഷറിന് 2000 രൂപയ്ക്ക് താഴെയാണ്. നമ്മൾ 3 തീറ്റയുണ്ടെങ്കിൽ ആവറേജ് എടുക്കുമ്പോൾ 2000 രൂപ കൂട്ടിയാൽ മതി. അപ്പോൾ 75 ചാക്ക് ഫീഡിന് 2000 രൂപ വെച്ച് 1.5 ലക്ഷം രൂപയുടെ ഫീഡ് നമ്മൾ കൊടുക്കണം ഈ കോഴിക്ക് 40 to 45 ദിവസം കൊണ്ട്. അപ്പോൾ നമുക്ക് ചിക്സിൻ്റെ റേറ്റ് പ്ലസ് ഫീഡിൻ്റെ റേറ്റ് എത്രയായി? 2 ലക്ഷം രൂപ ഈ ചിക്സിൻ്റെ റേറ്റും ഫീഡിൻ്റെ റേറ്റും കൂടെയായി. ഇനി അടുത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത് ചിക്സിന് നമ്മൾ കൊടുക്കുന്ന വാക്സിൻ, അതുപോലെ തന്നെ മെഡിസിൻ, നമ്മൾ അടിയിൽ വിരിക്കുന്ന ലിറ്റർ, അത് ചകിരിച്ചോറോ കാപ്പിത്തോണ്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് ബില്ല്, നമ്മൾ അടിയിലിടുന്ന കുമ്മായം, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ക്യാഷ് നമുക്കൊരു അറൗണ്ട് ഒരു 7,000 കൂട്ടാം, ഒരു 7,000 രൂപ കൂട്ടാം. അപ്പോൾ ടോട്ടൽ നമുക്ക് വന്ന എക്സ്പെൻസ് 2,07,000 രൂപ നമുക്ക് ഈ 1000 ചിക്സിനെ വളർത്തി വലുതാക്കാനായിട്ട് വരും. നമ്മൾ ലാസ്റ്റ് ഈ
കോഴിവളം കോരുന്ന ക്യാഷൊന്നും പണിക്കൂലിയൊന്നും ഇതിനെ കൂട്ടിയിട്ടില്ല. അതൊക്കെ കിഴിച്ചിട്ടുള്ള പൈസയാണ്. ജസ്റ്റ് ചിക്സിനെ വളർത്തി വലുതാക്കാൻ, ചിക്സിന് കൊടുക്കുന്ന ഫീഡ്, അതുപോലെ തന്നെ അതിൻ്റെ മെഡിസിൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന ചകിരിച്ചോറ്, കറണ്ട് ബില്ല്, ഇത്രയും സാധനത്തിൻ്റെ മാത്രം പൈസയാണ് പറഞ്ഞത്. അപ്പോൾ 1000 ചിക്സിനെ നമ്മൾ ഹാച്ചറിയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1020 ചിക്സിനെ കിട്ടും. 1000 ചിക്സിന് 20 ചിക്സ് ഫ്രീ ആണ്. അതാണ് ഒരു ഹാച്ചറിയുടെ കണക്ക്. അപ്പോൾ 1020 ചിക്സിനെ നമ്മൾ വളർത്തി 40-45 ദിവസം കൊണ്ട് വലുതാകുമ്പോഴത്തേനും ആവറേജ് ഒരു 30 to 40 ലോസ് വരും. അതായത് ചത്തുപോകും. അത് ഹെൽത്തി ബാച്ചാണെങ്കിൽ മാത്രം. അസുഖമൊക്കെ ബാധിച്ച ബാച്ചാണെങ്കിൽ കൂടുതൽ ചാവും. അപ്പോൾ നമുക്ക് ആവറേജ് ഒരു 30 എണ്ണം ചത്തതായിട്ട് കൂട്ടാം. അപ്പോൾ 1020 - 30 എത്രയുണ്ടാവും? 990 കോഴി നമുക്ക് എന്താ പറയുക 40 അല്ലെങ്കിൽ 45 ദിവസം ആകുമ്പോഴത്തേന് നമുക്ക് ബാലൻസ് കാണും. അപ്പോൾ നമുക്ക് ഈ 990 കോഴിക്ക് ആവറേജ് ഒരു കോഴിക്ക് 2250 വെയിറ്റ് കൂട്ടാം. ഈ 2250 വെയിറ്റ് കൂട്ടിയാൽ ഏറെക്കുറെ 93 രൂപ ഫാം റേറ്റ് വന്നാൽ മാത്രമേ നമ്മൾ മുടക്കിയ പൈസ, നമുക്കുള്ള ചിലവെന്ന് പറയുന്നത് 2,07,000 രൂപയാണ്. ഈ 2,07,000 രൂപ നമുക്ക് റിട്ടേൺ കിട്ടണമെങ്കിൽ ഒരു കിലോയ്ക്ക് ഫാം റേറ്റ് 93 രൂപയെങ്കിലും വന്നാലേ ഈ മുടക്കിയ പൈസയെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. മുടക്കിയ പൈസ നമ്മൾ തിരിച്ച് കിട്ടിയോണ്ട് കാര്യമില്ല. അപ്പോൾ അതിൽ പ്രോഫിറ്റ് എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഈ 93 രൂപയ്ക്ക് മുകളിലേക്ക് കിട്ടുന്ന ഫാം റേറ്റിനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഫാമിങ്ങിൽ ഒരു കിലോയ്ക്ക് നമുക്ക് 7 രൂപയാണ് കിട്ടുന്നത്. അങ്ങനത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 100 രൂപയെങ്കിലും ഒരു കിലോയ്ക്ക് ഫാം റേറ്റ് കിട്ടിയാലേ ഈ ഇൻ്റഗ്രേഷൻ ഫാമിങ്ങിൽ കിട്ടുന്ന 7 രൂപയെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ഈ ഫാം റേറ്റ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കത്തില്ല. ചില സമയത്ത് 100 രൂപയ്ക്ക് മുകളിൽ വരും, ചില സമയത്ത് 90 രൂപ, 80 രൂപ, 70 രൂപ, അങ്ങനെയൊക്കെ ഫാം റേറ്റ് താഴേക്ക് വരും. അപ്പോൾ നമ്മൾ നോക്കിയാലും 93 രൂപയെങ്കിലും കിട്ടിയാലേ നമ്മുടെ മുതൽ മുടക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ താഴേക്ക് വരുന്ന ഓരോ രൂപയ്ക്കും നമുക്ക് നല്ല നഷ്ടം വരും. ഇനി അതല്ല 100 രൂപയ്ക്ക് മുകളിലേക്ക് എത്ര രൂപ, ഒരു 120, നല്ല സീസണൊക്കെ ആണെങ്കിൽ ഒരു 120 രൂപയൊക്കെ വരെ ഫാം റേറ്റ് വരലുണ്ട്. അപ്പോൾ നല്ല പൈസ നമുക്ക് കിട്ടും. പക്ഷേ ഇതൊരിക്കലും സ്റ്റേബിൾ അല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്വന്തമായിട്ട് ഇടുന്ന സമയത്ത് ഫാം റേറ്റ് വളരെ കുറവാണെങ്കിൽ ആ 1-2 ബാച്ച് നല്ല നഷ്ടം, ലക്ഷങ്ങളുടെ നഷ്ടം നമുക്ക് സംഭവിക്കും. അങ്ങനെ നമ്മൾ ഫാം പൂട്ടേണ്ടി വരും. നമുക്ക് നല്ല ലെക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇടുന്ന ടൈമിന് ചിലപ്പോൾ പെട്ടെന്ന് നല്ല റേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് റോൾ ചെയ്യാൻ ഒരുപാട് ക്യാഷ് നമുക്ക് ആവശ്യമാണ്. ഈ സ്വന്തമായിട്ട് നമ്മൾ കോഴീനെ ഇടുമ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ ഒരുപാട് ലക്ഷങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് ബാലൻസ് ആവശ്യമായിട്ട് വേണം. ഈ സമയത്താണ് ഇൻ്റഗ്രേഷൻ ഫാമിങ്ങിൻ്റെ പ്രസക്തി. നിങ്ങൾ ഫാം ഏറ്റവും ചിലവ് കുറച്ച് നിങ്ങളൊരു ഫാം ഉണ്ടാക്കി അവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിക്സിന് പൈസ കൊടുക്കണ്ട. നമ്മൾ നേരത്തെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ 50,000 രൂപ മുടക്കിയിട്ട് നമ്മൾ ചിക്സിനെ മേടിക്കണം. ഇവിടെ ചിക്സ് നമുക്ക് ടോട്ടലി ഫ്രീ ആണ്. ഇൻ്റഗ്രേറ്റർ തരികയാണ്. ഫീഡ് നമ്മൾ ഈ കൊടുക്കുന്ന 1000 കോഴിക്ക് നമ്മൾ കൊടുത്ത 75 ചാക്ക് ഫീഡ്, നമ്മൾ 1000 കോഴീനെ ഇടുന്നതെങ്കിൽ ആ 75 ചാക്ക് ഫീഡ് നമുക്ക് ഫ്രീ ആണ്, പൈസ കൊടുക്കണ്ട. ഈ കൊടുക്കുന്ന വാക്സിൻ ഫ്രീ ആണ്, മെഡിസിൻ ഫ്രീ ആണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫാം ഉണ്ടാക്കുക, ഇതിലേക്കുള്ള കറണ്ട്, ഇലക്ട്രിസിറ്റി കണക്ഷൻ, അതുപോലെ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ അടിയൊരുക്കുന്ന ചകിരിച്ചോറ്, കുമ്മായം, ഇത്രയും കാര്യങ്ങളുടെ ക്യാഷ് നമ്മൾ കൊടുക്കണം. ബാലൻസ് ഉള്ള കാര്യങ്ങൾ ചിക്സ്, ഫീഡ്, മെഡിസിൻ, വാക്സിൻ, ഇനി അത് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്, അങ്ങനെ എല്ലാ മെഡിസിനും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതൊക്കെ നമുക്ക് ഇൻ്റഗ്രേറ്റർ തരുന്നതായിരിക്കും. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ ഈ 45 ദിവസം ഈ ചിക്സിന് ഫീഡും മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഈ 40 അല്ലെങ്കിൽ 45 ദിവസത്തിനിടയ്ക്ക് ഈ കോഴീനെ ആ ഇൻ്റഗ്രേറ്റർ തന്നെ വണ്ടി ഉപയോഗിച്ചിട്ട് അവർ മാർക്കറ്റ് ചെയ്തോളും. ആ സമയത്ത് നമുക്ക് പെർ kgക്ക് പല സ്ഥലത്തും ചെറിയ റേറ്റിന് വേരിയേഷൻ ഉണ്ട്. ചില സ്ഥലത്ത് 8 കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ചില സ്ഥലത്ത് 7 ആണ്, ചില സ്ഥലത്ത് ഇപ്പോഴും 6 രൂപ കൊടുക്കുന്നുണ്ട്. ആവറേജ് നമുക്കൊരു 7 രൂപ കൂട്ടാം. ഒരു കിലോയ്ക്ക് 7 രൂപ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് മുതൽ മുടക്ക്, ഫാമിൻ്റെ മുതൽ മുടക്ക് മാത്രമേ വരുന്നുള്ളൂ. അല്ലാത്ത എക്സ്പെൻസ് ഫുള്ള് ഈ ചിക്സിൻ്റെ ഫീഡ്, അങ്ങനത്തെ എക്സ്പെൻസ് ഫുള്ള് ഇൻ്റഗ്രേറ്റർ വഹിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇട്ട് തരുന്ന ആദ്യ ബാച്ചിൽ നമുക്ക് നോക്കി പരിചയമൊന്നുമില്ല. അപ്പോൾ ആദ്യ ബാച്ചിൽ അസുഖം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കോഴി കുറേ ഡെത്ത് ആവാൻ സാധ്യത കൂടുതലാണ് ആദ്യത്തെ 1-2 ബാച്ചിൽ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ നോട്ടക്കുറവുകൊണ്ടല്ല, നിങ്ങളുടെ പരിചയക്കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1-2 ബാച്ചിൽ സംഭവിക്കുന്ന ഈ പാളിച്ചകളുടെ പൈസ, അതായത് കോഴി ചത്തുപോയി കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രാ ക്യാഷൊന്നും നിങ്ങൾ ഈ ഇട്ട് തരുന്ന ആൾക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് നോർമലാണ്. അതുപോലെ തന്നെ ഈ ചത്തുപോയതിന് ശേഷം ബാലൻസ് ഉള്ള കോഴി, നിങ്ങൾ ഈ 40-45 ദിവസം നോക്കിയിട്ട് എത്ര കോഴി ബാലൻസ് ഉണ്ടോ ആ കോഴിയുടെ വെയിറ്റ് അനുസരിച്ചിട്ട് കിലോയ്ക്ക് 7 രൂപ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻ്റഗ്രേറ്റർ തരുന്നതായിരിക്കും. ഈ തുടക്കത്തിലുള്ള ഈ പ്രോബ്ലം എല്ലാ ആൾക്കാർക്കും സംഭവിക്കുന്നതാണ്. എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ 1-2 ബാച്ചിൽ എനിക്ക് ലാഭം പോലും, ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. പകുതി കോഴികളും ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് നിങ്ങൾക്ക് സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആദ്യത്തെ 1-2 ബാച്ചിന് ശേഷം നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവും. എന്തുകൊണ്ട് ചത്തുപോയി, അല്ലെങ്കിൽ എന്ത് അസുഖം വന്നു, ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 3ാമത്തെ ബാച്ചോട് നിങ്ങൾ കംപ്ലീറ്റ്ലി ക്ലിയർ ആയിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഫാമിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിത്തുടങ്ങും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, നിങ്ങൾ ഒരുപാട് എക്സ്പെൻസ് മുടക്കി നിങ്ങൾ ഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ലോൺ എടുത്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു EMI വരും. കോഴി ഫാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കോഴി ഫാമിന് നിങ്ങളിപ്പോൾ 1000 കോഴിയുടെ ഒരു ഫാം ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം 45 അല്ലെങ്കിൽ 50 ദിവസം കൂടുമ്പോഴേ നിങ്ങൾക്ക് വരുമാനം കിട്ടുകയുള്ളൂ.
അല്ലെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം. ഒരു 2000 കോഴിയുടെ ഫാമിൽ നിങ്ങൾ 1000 ആക്കി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ 30 ദിവസം കൂടുമ്പോൾ വരുമാനം കിട്ടും. പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു പ്രോസസ്സല്ല. ഇനിയിപ്പോൾ നല്ല ഫാം റേറ്റ് കുറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബാച്ചൊക്കെ ചിലപ്പോൾ ഇടാൻ പ്രയാസം വരും. ചിലപ്പോൾ ഒരു മാസത്തെ ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഒരു ബാച്ച് ഇട്ടുള്ളൂ. എപ്പോഴും സംഭവിക്കണമെന്നില്ല, പക്ഷേ റേറ്റ് കുറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ മാസവും EMI അടയ്ക്കാൻ ക്യാഷ് പറ്റിയെന്ന് വരില്ല. ചെറിയ EMI ഒക്കെ അങ്ങ് അടച്ചു പോവാം. നിങ്ങൾ ഒരുപാട് ലോണൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേറെ ജോലിയൊക്കെ ഉണ്ട്, നിങ്ങൾ സൈഡായിട്ടാണ് ഫാം നോക്കുന്നതെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഈ ഫാം കൊണ്ട് മാത്രമാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതൊരു വരുമാന മാർഗ്ഗമായി കാണും. നല്ല കാര്യമാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ തുടക്കത്തിൽ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തുടക്കക്കാരനെ സംബന്ധിച്ച് ധൈര്യമായിട്ട് നിങ്ങൾ തുടങ്ങിക്കോളൂ. നല്ല രീതിയിൽ ഒരു ആദ്യത്തെ 1-2 ബാച്ചിലുള്ള പ്രോബ്ലമേ ഉള്ളൂ. അതിനുശേഷം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സംരംഭമാണ്. നിങ്ങൾ ഫാം ഉണ്ടാക്കുമ്പോൾ വളരെ എക്സ്പെൻസ് കുറച്ചുകൊണ്ട് ഫാം ഉണ്ടാക്കുക, ഇൻ്റഗ്രേഷൻ രീതി സ്വീകരിക്കുക. ഈ 2 കാര്യങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രോഫിറ്റബിളായിട്ട് നടത്തിക്കൊണ്ട് പോകാം. അതിനുള്ള ഉത്തമ തെളിവാണ് എനിക്കിപ്പോൾ 5000 കോഴിക്ക് മുകളിലുള്ള ഫാമുണ്ട്. തുടക്കത്തിൽ ഞാനും ഇതുപോലെ തന്നെ 2000 കോഴി വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. വളരെ എക്സ്പെൻസ് കുറച്ചുകൊണ്ട് ഫാം ഉണ്ടാക്കി ചെയ്ത ആളാണ്. അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യത്തെ 1-2 ബാച്ച് വളരെ നഷ്ടമായിരുന്നു. ₹1 എനിക്ക് കിട്ടിയിട്ടില്ല. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് കുറഞ്ഞ പൈസ അങ്ങോട്ട് മാത്രം എനിക്ക് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്കത് ചകിരിച്ചോറിനും കറണ്ട് ബില്ലിനൊക്കെ കൊടുക്കേണ്ട പൈസ മാത്രമേ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അതിൽ നിന്ന് പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ 2 ബാച്ച് കഴിഞ്ഞ് 3ാമത്തെ ബാച്ച് മുതൽ മെല്ലെ മെല്ലെ പ്രോഫിറ്റ് ആയി തുടങ്ങി. ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. ഫാം കറക്റ്റായിട്ട് 2, 3, 2, 4 ആവറേജ് വെയിറ്റ് കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. 10,000 കോഴിയുണ്ട്. നല്ലൊരു വരുമാനം എനിക്ക് അതിന് കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ ലോൺ എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷേ ആ ലോൺ എമൗണ്ട് ഫുള്ള് ഞാൻ ഏറെക്കുറെ ഒരു 80% ക്ലോസ് ആവാനായി. പക്ഷേ ഞാൻ ഫുള്ള് ക്ലോസ് ചെയ്തത് ഈ ഫാമിലെ വരുമാനം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളും ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ ഡെസ്പ് ആവരുത്, മുന്നോട്ട് പോവുക. നല്ലൊരു സംരംഭമാണ്. അപ്പോൾ ഇതുപോലെ ഉള്ള പുതിയൊരു വീഡിയോ വേണ്ട നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.